ഈ പരിശുദ്ധമായ റമളാനിന്റെ പവിത്രമായ ഒന്നാമത്തെ വെള്ളിയാഴ്ചയും അതിന്റെ രാവും നമ്മളിലേക്ക് ഇതാ കടന്നു വരുമ്പോൾ ഒരുപാട് കണ്ട് നമുക്ക് ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റി നൽകും. എങ്ങനെ? ഈ പറയപ്പെട്ട ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലിയാൽ. എൻ്റെ ഉമ്മമാരെ, വീട്ടിലെ നിസ്കാരപ്പായിലിരുന്ന് അല്ലെങ്കിൽ ആ മുസല്ലിയിലിരുന്നു കൊണ്ട് നിങ്ങൾക്കിത് ചൊല്ലിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. അൽഹംദുലില്ലാ സുമ്മൽ ഹംദുലില്ലാ. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയ ആഗ്രഹത്തോടെ, വലിയ പ്രതീക്ഷയോടെ 2 മാസക്കാലം ദുആ ചെയ്ത് വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്ത് ആ റമളാനിലേക്ക് എത്തി. ആ റമളാനിന്റെ ഏറ്റവും വലിയ പ്രതിഫലങ്ങൾ വാരിക്കോരി അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നത്. ഈ വെള്ളിയാഴ്ച നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുത്തുമുഅ്മിനീങ്ങളെ, നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കുക. കാരണം ഈ വെള്ളിയാഴ്ച സാധാരണ വെള്ളിയാഴ്ചകളെക്കാൾ വളരെ ശ്രേഷ്ഠമാണെന്ന് മാത്രമല്ല, അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ റമളാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയും രാവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റമളാനിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ദിക്റുകൾ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, ആ ദിക്റുകളൊക്കെ ഒരുപാട് കണ്ട് നമ്മൾ പറയുക. കാരണം അള്ളാഹിന്റെ റഹ്മത്തില്ലാതെ നമുക്കൊന്നും സാധിക്കില്ല എന്ന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ റഹ്മത്ത് ഇങ്ങനെ ചോദിച്ച് വാങ്ങുക. ചോദിക്കാതെ പടച്ചവൻ അങ്ങനെ തരൂല. നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹു ഒരുപാട് നമുക്ക് തരും, അല്ലാതെയും തരും. പക്ഷെ ചോദിക്കുമ്പോൾ അള്ളാഹുവിന് ചോദിക്കുന്നവരോടാണ് ഇഷ്ടം, മനുഷ്യർക്ക് ചോദിക്കുന്നവരോട് ഇഷ്ടമല്ല. എന്നാൽ അള്ളാഹു തിരിച്ചാണ്. അള്ളാഹിനോട് ചോദിക്കുമ്പോഴാണ് അള്ളാഹുവേ നിന്റെ മഗ്ഫിറത്ത് നൽകണേ, നിന്റെ മർഹമത്ത് നൽകണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴാണ് അള്ളാഹു അത് തരാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാനിന്റെ പവിത്രമായ ഒന്നാമത്തെ വെള്ളിയാഴ്ചയും അതിന്റെ രാവും നമ്മളിലേക്ക് ഇതാ കടന്നു വരുമ്പോൾ ഒരുപാട് കണ്ട് നമുക്ക് ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, ആ ദിക്ർ ഇങ്ങനെ ഒരുപാട് കണ്ട് പറയുക. നിശ്ചിത എണ്ണമൊന്നുമില്ല, അതിങ്ങനെ പറയാം. അത് വുളൂ ഉള്ള സമയത്താവട്ടെ, ഇല്ലാത്ത സമയത്താവട്ടെ, അത് വലിയ ശുദ്ധിയുടെ സമയത്താവട്ടെ, ശുദ്ധിയുള്ള സമയത്താവട്ടെ, എൻ്റെ ഉമ്മമാർക്ക് നിസ്കാരം ഉണ്ടാവട്ടെ, ഇല്ലാത്ത സമയത്താവട്ടെ, ഏത് സമയത്താണെങ്കിലും ഏത് സന്ദർഭത്തിലും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, ആ ദിക്റുകളൊക്കെ ഒരുപാട് കണ്ട് നമ്മൾ പറയുക. അതോടൊപ്പം തന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. നമുക്കറിയാവുന്ന സ്വലാത്തുകൾ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അങ്ങനെ അറിയാവുന്നവർ ആ സ്വലാത്ത് ചൊല്ലുക. അല്ലെങ്കിൽ സ്വലാത്തുൽ ഫിർദൗസിയ എന്ന സുന്ദരമായ ഒരു സ്വലാത്ത്, നമ്മളൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് സ്വലാത്തുൽ ഫിർദൗസിയ. സ്വലാത്തുൽ ഫിർദൗസിയ അതായത് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഫിർദൗസ്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിന് പറയുന്ന പേരാണ് ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിക്കുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫിർദൗസിയ. അതേതാണ്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്താണ്. അതോടൊപ്പം തന്നെ സൂറത്തുൽ കഹഫ് ഓതുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഒരുപാട് പ്രതിഫലങ്ങളാണ് അള്ളാഹു അതിന് നമുക്ക് നൽകുന്നത്. 70,000 മലക്കുകൾ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ സൂറത്തുൽ കഹഫ് ഓതുന്നത് വരെ നമുക്ക് ആ മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റും, നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റും. അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റി നൽകും. എങ്ങനെ? ഈ സൂറത്തുൽ കഹഫും ഈ പറയപ്പെട്ട ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലിയാൽ. എൻ്റെ ഉമ്മമാരെ, വീട്ടിലെ നിസ്കാരപ്പായിലിരുന്ന് അല്ലെങ്കിൽ ആ മുസല്ലിയിലിരുന്നു കൊണ്ട് നിങ്ങൾക്കിത് ചൊല്ലിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അടുക്കള എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരാവും, ആ ജോലി ചെയ്യുന്ന സമയത്തും ഈ ദിക്റുകളും സ്വലാത്തുകളും അല്ലെങ്കിൽ സൂറത്തുൽ കഹഫ് മനപ്പാടമുള്ള ആളുകൾ ഉണ്ടാവാം. എൻ്റെ ഉമ്മമാര്, അവർക്ക് ആ ഒരു ജോലിയുടെ ആ തിരക്കിലും അവർക്ക് അങ്ങനെ ഓതാവുന്നതാണ്. പക്ഷെ സൂറത്തുൽ കഹഫൊക്കെ ഓതുന്ന സമയത്ത്
നല്ല അച്ചടക്കത്തോടുകൂടി മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് ഓതലാണ് ഏറ്റവും അഫ്ളല്, ഏറ്റവും ഖൈർ. ഇനി ജോലി തിരക്കാണ്, ജോലി തിരക്ക് ഒഴിഞ്ഞിട്ട് ഓതാൻ നോക്കിയാൽ സമയമില്ല എങ്കിൽ ആ ജോലിയുടെ തിരക്കിൽ ഒരു ഇഖ്ലാസും തഖ്വയൊന്നും നഷ്ടപ്പെട്ടു പോവാതെ നിങ്ങൾക്ക് മനപ്പാടമുണ്ടെങ്കിൽ അത് ഓതാവുന്നതാണ്. പ്രത്യേകിച്ച് സ്വലാത്തിന്റെ കാര്യം ഒരിക്കലും മറന്നു പോവണ്ട. ഈ റമദാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയും രാവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ രാവിനും വലിയ മഹത്വമാണുള്ളത്. രാവെന്ന് പറഞ്ഞാൽ ആ വ്യാഴാഴ്ച മഗ്രിബോടുകൂടി ആ രാവ് അങ്ങോട്ട് തുടങ്ങുകയാണ്. വ്യാഴാഴ്ച മഗ്രിബിന്റെ ജമാഅത്ത്, ഇശാഇന്റെ ജമാഅത്ത്, അതിനുശേഷവും മുമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അന്നത്തെ സുബഹി നമസ്കാരവും വെള്ളിയാഴ്ചയിലുള്ള സുബഹി നമസ്കാരവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ രാവിലെ വലിയ മഹത്വമാണുള്ളത്. അന്ന് മുതലേ, ആ സമയം മുതലേ നമ്മൾ എന്ത് ചെയ്യുക? ദിക്റുകളും സ്വലാത്തുകളും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, ഒരുപാട് കണ്ട് ദുആ ചെയ്യുക. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണ്. ആ വ്യാഴാഴ്ച നമ്മുടെ അമലുകൾ എങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ദിക്റ് ചൊല്ലുന്നവരായിട്ട്, സ്വലാത്ത് ചൊല്ലുന്നവരായിട്ട്, അന്നത്തെ ആ മഗ്രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും ഒക്കെ ജമാഅത്തായി നിസ്കരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ആ ആഴ്ച ചെയ്ത അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നതെങ്കിൽ നമുക്ക് വളരെ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക. എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആ രാവിലൊക്കെ മക്കളെ കൊണ്ട് സൂറത്ത് യാസീനും അതുപോലെ സൂറത്തുൽ കഹ്ഫൊക്കെ ആ സമയത്ത് തന്നെ ഓതാൻ തുടങ്ങിയാൽ വളരെ വലിയ പ്രതിഫലമാണ്. സൂറത്തു ദഹർ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, അതുപോലെ ലൗ അൻസൽന, അതുപോലെ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആയത്തുകളൊക്കെ ഒരുപാട് നമുക്ക് ഓതാനും പറയാനുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും പറയാനുള്ളത്, വലിയ പ്രതിഫലങ്ങളാണ് ഇന്നത്തെ ദിവസം ഈ രാവിലും ഈ പകലിലുമെല്ലാം അള്ളാഹു വെച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, വെള്ളിയാഴ്ച ദിവസത്തിന് വളരെ വലിയ പവിത്രതയാണുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാൾ, ആ ഖിയാമത്ത് നാൾ വരെ ഈ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ചത് ഇതുപോലൊരു വെള്ളിയാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു അവരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ള ഓരോരോ അസുലഭ മുഹൂർത്തങ്ങൾ, ഓരോരോ അനുഗ്രഹങ്ങൾ, അതൊക്കെ വെള്ളിയാഴ്ചകളിലാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ലോകവും അതിലുള്ള സർവ്വ ചരാചരങ്ങളും നശിച്ച് നാമാവശേഷമായി പോകുന്ന ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും ഇതുപോലൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ചക്ക് വളരെ വലിയ മഹത്വമാണുള്ളത്. അതുകൊണ്ട് ഈ റമദാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയും രാവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തേത് സുബ്ഹി നമസ്കാരം. ആ വെള്ളിയാഴ്ചത്തെ സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു 10 മണിക്കോ അല്ലെങ്കിൽ ഒരു 9 മണിക്കോ ഒക്കെ നമ്മൾ സാധാരണ ജുമുഅക്ക് വേണ്ടി കുളിക്കുന്നവരാണ്. ആ കുളിക്കുന്ന സമയത്ത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജുമുഅക്ക് വേണ്ടിയുള്ള പ്രത്യേകം നിയ്യത്ത് വെക്കുക. ജുമുഅ നമസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ജുമുഅക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന ആ നിയ്യത്ത് ആണായാലും പെണ്ണായാലും നമ്മൾ വെക്കട്ടെ. കാരണം വലിയ പ്രതിഫലമാണ് അള്ളാഹു അതിന് നൽകുക. ജുമുഅക്ക് പ്രത്യേകം കരുതിയിട്ട് ഒരു മനുഷ്യൻ കുളിക്കുകയാണെങ്കിൽ മാറാരോഗങ്ങളിൽ നിന്നും അള്ളാഹു അവൻ്റെ ശരീരത്തെ കാക്കുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രമെല്ലാം ധരിച്ച്, പ്രത്യേകിച്ച് വെള്ള വസ്ത്രം ധരിക്കൽ ഏറ്റവും ഉത്തമമാണ്. ആ നല്ല വസ്ത്രമെല്ലാം ധരിച്ച് എൻ്റെ സഹോദരന്മാരെ നമ്മൾ പള്ളിയിലേക്ക് കടന്നു ചെല്ലുക. ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയമാണ്. ചില ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവർ സുബ്ഹി നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് തന്നെ ആ സമയത്ത് തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ വളരെ വലിയ പ്രതിഫലമാണ്. അതോടൊപ്പം തന്നെ ജുമുഅക്ക് ചെല്ലുന്ന ഏത് സമയത്താണോ, ചിലപ്പോൾ ചില ആളുകൾ 12 മണിക്കായിരിക്കും ചെല്ലുക, അല്ലെങ്കിൽ 11:30 ചെല്ലുന്ന ആളുകളുണ്ടാകും. എങ്ങനെയാണെങ്കിലും പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് അവർ ആ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യട്ടെ, പൂർണ്ണമായും പാരായണം ചെയ്യുക. ഇനി പൂർണ്ണമായും പാരായണം ചെയ്യാൻ ജുമുഅക്ക് മുമ്പ് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ജുമുഅ നമസ്കാരത്തിന് ശേഷം അതൊന്ന് ഓതി തീർത്തിട്ട് വേണേ നമ്മൾ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോവാൻ.
അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ആ സൂറത്തുൽ കഹ്ഫ് ഒന്ന് പാരായണം ചെയ്യുക. നമ്മൾ ജോലിയുടെ തിരക്കായിരിക്കും, മക്കൾ സ്കൂളിൽ വിടുന്ന തിരക്ക്, മക്കളൊക്കെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന കാലമാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സമയത്തും ഈ സൂറത്തുൽ കഹ്ഫും അതുപോലെ ഒരുപാട് സ്വലാത്തുകളൊക്കെ ചൊല്ലാൻ ആ ഒരു വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക, ദിക്റുകൾ ചൊല്ലുക. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ അളാഅ ലഹു മിൻ നൂർ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ ഒരു ജുമുഅ ദിവസത്തിൽ, അത് ജുമുഅക്ക് മുമ്പാവട്ടെ അത് ജുമുഅക്ക് ശേഷമാവട്ടെ, അവൻ എന്ത് ചെയ്യുക? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അങ്ങനെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത ജുമുഅ നമസ്കാരം വരെയുള്ള ആ ഒരാഴ്ചത്തെ കാലയളവിൽ അല്ലാഹു തആല അവന്റെ ജീവിതത്തിൽ പ്രകാശം നൽകുമെന്നാണ്. ഇവിടെ പ്രകാശം കൊണ്ട് ഉലമാക്കൾ വിശദീകരിക്കുന്നത്, അവന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കും, ആപത്ത് മുസീബത്തുകളെ തൊട്ട് തടയുമെന്നാണ്. അതുപോലെ കണ്ണേറ് സിഹിറിനെ തൊട്ട് തടയുമെന്നാണ്. അതുകൊണ്ട് ജുമുഅ നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോവുക. അവിടെ ചെന്ന് നല്ല ഹൃദയത്തോടെ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ പള്ളിയിൽ കയറേണ്ട ദിക്റുകളൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ ഇഅ്തികാഫിന്റെ നിയ്യത്തിന് നമ്മൾ മറന്നു പോവാൻ പാടില്ല. എപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് കയറിയാലും നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല എന്ന ആ ഒരു ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക, സൂറത്തുൽ കഹ്ഫ് ഓതുക, അതുപോലെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക, ഒരുപാട് കണ്ട് ദുആ ചെയ്യുക. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകളാണ്. ഓതുന്ന ഓരോ ഖുർആനിനും, പറയുന്ന ഓരോ ദിക്റുകൾക്കും, നമ്മൾ ചൊല്ലുന്ന ഓരോ തസ്ബീഹുകൾക്കും അല്ലാഹു വളരെ വലിയ പ്രതിഫലമാണ് നൽകുക. അതുപോലെ തന്നെ ജുമുഅക്ക് ശേഷം മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളിൽ ചെന്നിട്ട് ഒന്ന് സിയാറത്ത് ചെയ്യുക. വാപ്പയുടെ, ഉമ്മയുടെ, അതുപോലെ മരണപ്പെട്ടു പോയ ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, സഹോദരന്മാരുണ്ടാകും. അവരുടെ ഖബറിൽ പോയിട്ട് ഒന്ന് സിയാറത്ത് ചെയ്യുക, അവരോടൊക്കെ ഒന്ന് സലാം പറയുക. അതോടൊപ്പം തന്നെ ഉമ്മമാർക്കൊക്കെ സംശയം ഉണ്ടാകും, ഉസ്താദെ ഞങ്ങൾക്ക് ജുമുഅ നിസ്കാരം ഇല്ലേ എന്ന്. എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജുമുഅ നമസ്കാരമില്ല, നിങ്ങൾക്കുള്ളത് ളുഹ്ർ നിസ്കാരം തന്നെയാണ്. ളുഹ്ർ നിസ്കാരം തന്നെയാണ്. നിങ്ങൾ ആ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഓടിപ്പിടിച്ച് കുളിച്ച് ശുദ്ധിയായി അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്ന് ജുമാ നിസ്കരിക്കേണ്ട അങ്ങനെ ഒരു കാര്യവുമില്ല. വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ പുരുഷന്മാർ എത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പള്ളിയിൽ പോയി ജുമാ നിസ്കരിക്കുന്നു, അതുപോലത്തെ പ്രതിഫലമാണ് നിങ്ങൾക്ക് വീട്ടിൽ 4 റക്അത്ത് ളുഹ്ർ നിസ്കരിച്ചാൽ അല്ലാഹു നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആ ജുമുഅയുടെ നിയ്യത്ത് വെച്ച്, ആ ജുമുഅയുടെ നിയ്യത്ത് വെള്ളിയാഴ്ച സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന ആ ഒരു നിയ്യത്തിൽ കുളിച്ചാൽ പുരുഷന്മാർ ജുമുഅക്ക് വേണ്ടി കുളിക്കുമ്പോഴുള്ള ആ നിയ്യത്ത് വെച്ച് കുളിക്കുമ്പോഴുള്ള പ്രതിഫലം എന്തുണ്ടോ അതുപോലത്തെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് ആ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക. ആ നിസ്കാരപ്പായിലേക്ക്, മുസല്ലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മക്കാൻ, അല്ലാഹുവേ ഈ സ്ഥലത്ത് ഞാൻ നിനക്ക് ഇഅ്തികാഫിന് വേണ്ടി ഇരിക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ ആ ഇഅ്തികാഫിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. കാരണം നിങ്ങൾക്ക് പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരിക്കാനുള്ള സൗകര്യവും അതുപോലത്തെ ആ ഒരു അവസരവും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എവിടെയാണോ നിസ്കരിക്കുന്നത് അവിടെ ആ ഇഅ്തികാഫിന്റെ നിയത്ത്, അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് നിയത്ത് വെച്ചാൽ ഇഅ്തികാഫ് പുരുഷന്മാർ പള്ളിയിൽ ഇരിക്കുമ്പോൾ എന്ത് പ്രതിഫലമാണോ അതുപോലത്തെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. അത് തീർച്ചയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയുണ്ടോ, അത് ഏത് കിതാബില്ല, അത് എവിടെയുണ്ടോ, അത് അങ്ങനെയുണ്ടോ, ഏത് ഇമാം പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിപ്പടയിൽ ആ ഒരു വിശ്വാസമുള്ള വിശ്വാസിനികളോടാണ് എൻ്റെ സംസാരം. ഇതിനെതിരെ അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം, അവരുടെ അഭിപ്രായവുമായിട്ട് മുന്നോട്ട് പോവട്ടെ. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെയാണോ നിസ്കരിക്കുന്നത്, എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലാവാം, അല്ലെങ്കിൽ ഹാളിലാവാം, ചിലപ്പോൾ മുസല്ല വിരിച്ചാവാം, ചിലപ്പോൾ ജമാഅത്തായിട്ട് പായ വിരിച്ചാവാം, വീട്ടിലുള്ള മരുമക്കളൊക്കെ ആയിട്ട്. ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ കരുതുക, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഇഅ്തികാഫിന്റെ നിയത്ത് ചെയ്യുന്നു, ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് നിയത്ത് വെച്ചാൽ പള്ളിയിൽ പുരുഷന്മാരിരിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ആ ഒരു പ്രതിഫലം എല്ലാവർക്കും കിട്ടും, ഈ നിയത്ത് വെച്ച എൻ്റെ ഉമ്മമാർക്ക്. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പാടിയ 4 വരി ബൈത്ത് നമ്മൾ മുമ്പ് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 4 വരി ബൈത്ത് നമ്മൾ സ്ഥിരമായി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം എടുത്തെടുത്ത് ഇങ്ങനെ ഓതിയാൽ, അതിങ്ങനെ പാരായണം ചെയ്താൽ, നമുക്ക് മനഃപ്പാടമാക്കാൻ വളരെ നിസ്സാരമായ സമയം മതി. അതിങ്ങനെ പാരായണം ചെയ്താൽ നരകമോചനവും സ്വർഗപ്രവേശനവും അല്ലാഹു നൽകുമെന്ന് ഈ ഒരു പദ്യത്തെ പറ്റി പഠിച്ച
ഉലമാക്കൾ പറഞ്ഞു തരുകയാണ്. അത്രത്തോളം വലിയ മഹത്വമാണ്. ഏതാണ് ആ പദ്യം എന്നറിയോ? ഏതാണ് ആ ബൈത്ത് എന്നറിയോ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. ആ ഒരു ബൈത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ഒന്നുകൂടി പാടാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. അല്ലാഹുവേ റബ്ബേ, അല്ലാഹുവേ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, പരിശുദ്ധമായ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ ഒരുപാട് അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ആ വലിയ അമലുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ചെയ്ത പാപങ്ങൾ കൊണ്ട് നരകത്തിലേക്ക് പോവാനുള്ള, ആ നരകത്തിൽ ചെന്നാൽ ആ ശിക്ഷ അനുഭവിക്കാനുള്ള ശക്തി എനിക്കില്ല. അല്ലാഹ് ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി. അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് നിന്റെ ഓശാരമായിട്ട് മഗ്ഫിറത്തിനെയും നിന്റെ റഹ്മത്തിനെയും എനിക്ക് നൽകണേ അല്ലാഹ്. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും എത്ര വലിയ ദോഷത്തരങ്ങൾ ചെയ്താലും അതൊക്കെ പുറത്തു കൊടുക്കാനുള്ള മഹത്വമുള്ള ഒരു കരുണ അല്ലാഹുവേ നിനക്കുണ്ടല്ലോ എന്നാണ് ആ ബൈത്തിന്റെ ഏകദേശം മൊത്തത്തിലുള്ള അർത്ഥം. അതിങ്ങനെ പാരായണം ചെയ്യുക. നമുക്കറിയാമായിരിക്കും, അറിയില്ലാത്തവർ അത് ഇന്ന് തന്നെ ഒന്ന് മനഃപ്പാഠമാക്കുക. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ സ്വലാത്ത്. ആ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ, എല്ലാ സ്വലാത്തുകൾക്കും പവറുണ്ട്, എല്ലാ സ്വലാത്തുകളും ചൊല്ലിയാലും വളരെ വലിയ പ്രതിഫലമാണ്. എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത്, ആ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സ്വലാത്തിന് 1000, 2000, 7000 ഒക്കെ അള്ളാഹു പ്രതിഫലം നൽകും. കാരണം എന്താണ്? ആ സ്വലാത്ത് അങ്ങനെയാണ് നമ്മൾ ചൊല്ലുക. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് കൂടി വേണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പമില്ല. അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ. അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ ആലിനും അസ്ഹാബിനും എല്ലാവർക്കും നീ കൊടുക്കണേ. എങ്ങനെയുള്ള ഗുണവും രക്ഷയും സമാധാനവുമാണ്? നിന്റെ ഇൽമിൽ, നിന്റെ അറിവിൽ എന്തെല്ലാം വസ്തുക്കൾ ഈ ലോകത്തുണ്ടോ, അള്ളാഹുവിൻ്റെ ഇൽമിൽ ഇല്ലാത്ത ഒരു വസ്തുവും ലോകത്തില്ലല്ലോ. ഈ കാണുന്ന മുഴുവൻ വസ്തുക്കളും നമ്മുടെ ചുറ്റുപാടും ലോകത്ത് എന്തെല്ലാം ഉണ്ടോ ഈ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ ഇൽമിലുള്ളതാണ്. ആ ഇൽമിലുള്ള ഓരോ വസ്തുവിൻ്റെയും എണ്ണത്തിനനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചെയ്യണേ എന്ന് ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ എത്രയോ പ്രതിഫലമാണ് കിട്ടുക. അത് നമുക്ക് വിശദീകരിക്കാനേ സാധിക്കില്ല, അത് വിവരിക്കാനേ സാധിക്കില്ല. അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് ആരും മറന്നു പോവണ്ട. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ എന്ന ആ ഒരു സ്വലാത്ത് എല്ലാവരും പഠിച്ചു വെക്കുക. അതുപോലെ മുമ്പ് പറഞ്ഞ ആ ഇലാഹി ലസ്തു എന്ന് തുടങ്ങുന്ന ആ ഒരു ബൈത്ത് അതും പഠിച്ചു വെക്കുക. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ ജുമാ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പള്ളിയിലേക്ക് പോവുക. അവിടെ ചെന്ന് വെറുതെ ഫിത്തനയും ഫസാദും ഒന്നും പറയാതെ ദിക്റുകളിലും സ്വലാത്തുകളിലുമായി കഴിഞ്ഞുകൂടുക. ഒരുപാട് കണ്ട് ദുആ ചെയ്യുക. അതോടൊപ്പം ജുമാക്ക് വേണ്ടി കുളിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ നഖങ്ങളും അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും നീക്കേണ്ട രോമങ്ങളൊക്കെ നീക്കി ശുദ്ധിയായിട്ട് നല്ല മനസ്സോടെ നല്ല ശരീരത്തോടു കൂടി വേണം നമ്മൾ ജുമാക്ക് വേണ്ടി പോവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് നിസ്കരിച്ചിട്ട് അല്ലാഹു അവസാനം സ്വീകരിക്കാതിരുന്നാൽ, ഒരുപാട് നോമ്പ് പിടിച്ചിട്ട് അല്ലാഹു തആല അതൊക്കെ വലിച്ചെറിഞ്ഞാൽ നമ്മുടെ കാര്യം വളരെ കഷ്ടമാകും. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം എന്ന ആ ഒരു ദുആ, അത് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആയാണ്. നമ്മുടെ ചെയ്യുന്ന അമലുകളും നമ്മുടെ നിസ്കാരവും നോമ്പൊക്കെ സ്വീകരിക്കണേ എന്നുള്ള ദുആയാണ്. അതുകൊണ്ട് ആ ഒരു ദുആ എപ്പോഴും നമ്മൾ ചെയ്യുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം
വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അതുപോലും നമ്മൾ പറയുക. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് പേര് കമന്റിലൂടെയൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞാണ്? ഉസ്താദേ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവണം, കച്ചവടം നഷ്ടത്തിലാണ്, ബിസിനസ് നഷ്ടത്തിലാണ്, മക്കളൊന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങളാണ്, ഒരുപാട് പ്രയാസത്തിലാണ് എന്നൊക്കെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ പറയാറുണ്ട്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സൂറത്തു തക്കാസുർ, നമുക്കറിയാം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന ആ ഒരു ചെറിയ സൂറത്ത്, ആ സൂറത്തു തകാസുർ നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് സാമ്പത്തികമായ ഭദ്രത നൽകുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുന്നുണ്ട്. തഫ്സീറുകളിലൊക്കെ ആ സൂറത്തിന്റെ മഹത്വം നോക്കിയാൽ ഒരുപാട് കണ്ടു പറയും, ഒരുപാട് കണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് സാമ്പത്തികമായ അഭിവൃദ്ധി ഈ സൂറത്തു തകാസുർ ഓതിയാൽ നമുക്ക് കിട്ടുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സമയം പാഴാക്കാനില്ല. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാനുള്ള സമയമല്ല നമുക്കുള്ളത്. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം. ഈ റമളാൻ അത് നമുക്ക് അനുകൂലമാവണം. പ്രത്യേകിച്ച് ആദ്യത്തെ വെള്ളിയാഴ്ചയും രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇതെല്ലാവരും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല സഫലീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. നമ്മൾ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല മറ്റൊരാളെ ഏൽപ്പിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.